എൻ്റെ പേര് ജിഞ്ചു എന്നാണ്. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ്, ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 3/10/2022 ഞാൻ ഉടമ്പടി ആദ്യം എടുക്കുന്നത്. അപ്പോൾ ആദ്യം അത് എടുക്കാൻ വരുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണം, നീ അതിനായിട്ട് വരണം. അവൾ അച്ഛനെ കാണാൻ ആ പ്രാവശ്യം ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വലിയ ജപമാല കുടുംബ പ്രാർത്ഥനയെ ചെല്ലുന്നല്ലാതെ ഞാൻ ആരാധനയോട് കൂടുതൽ ദിവികാരുണ്യം എഴുന്നള്ളിച്ച് ആ ഒരു സമയങ്ങളിലാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്ക് അച്ഛനെ കാണാൻ ഞാൻ ഓരോ ദിവസം ഡേറ്റ് എടുക്കുമ്പോൾ എനിക്ക് എങ്ങനെയും കൊച്ചിന് പനി അല്ലെ എന്തെങ്കിലും കാരണം കൊണ്ട് വരാൻ എനിക്ക് പറ്റാതെ വരുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു പറഞ്ഞു, നീ നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് നന്നായിട്ട് കൊന്ത ചെല്ലും 2 മാസം, എന്നിട്ടൊരു ഡേറ്റ് ഇട്ട് അച്ഛൻ നമുക്ക് ഉടമ്പടി എടുക്കാൻ പോകാം എന്ന് പറഞ്ഞു. ഞാൻ അതിനായിട്ട് നന്നായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. നൈറ്റൊക്കെ നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അന്നേരം ഈ 3/10/2022 വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്. ഞാൻ ഈ അൾത്താര കാണുമോ, നമ്മുടെ അച്ഛനെ കാണുമോ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ ചേച്ചി ഇങ്ങനെ അവിടെ മുട്ടക്കുത്തി നിൽക്കുന്നു, അച്ഛനിങ്ങനെ ചേച്ചിയെ കാണാനിരിക്കുന്നു. അതുപോലെ ഞാനിങ്ങനെ ലൈനായിട്ട് ഇവിടെ വന്ന് ഈ അൾത്താര മുഴുവനായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ എനിക്ക് ആ പ്രാവശ്യം വരാനും പിന്നെ ഞാൻ ഒന്നുകൂടെ കുമ്പസാരിച്ച് വരുന്നതിൻ്റെ തലേദിവസം കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തു. തിരിച്ച് നമ്മൾ അമ്മയും കൊണ്ട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് 47 പേരായിരുന്നു ആ പ്രാവശ്യം കയറിയത്. അപ്പം എനിക്കുണ്ടായിരുന്നു, മാതാവിനെ കിട്ടുമോ, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, കിട്ടുകയില്ല എന്ന് ഞാൻ ഓർത്തു. പെട്ടെന്ന് എൻ്റെ അടുത്തൊരു സിസ്റ്റർ ഇങ്ങനെ ഒരു ഇത് കൊണ്ട് തന്നു. അപ്പോൾ അത് പെട്ടെന്ന് നോക്കിയപ്പോൾ മാതാവ് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മാതാവിനെയും വഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടി എടുത്തു. ആ ഒരു ടൈമിൽ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. എൻ്റെ മോനുണ്ടായതിൻ്റെ ശേഷം തുടങ്ങിയതായിരുന്നു. അതിന് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ഈ മെഡിസിൻ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന ആ ടൈമിൽ വിശുദ്ധ തൈലം വെച്ച് ഉടമ്പടി തൈലം വെച്ച് നെറ്റി കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ ഞാനിത് നിർത്തി, മെഡിസിൻ നിർത്തി, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ഇനി ചെല്ലുകയല്ല. പക്ഷേ എനിക്കൊരു ദിവസം പോലും മെഡിസിൻ ഇല്ലാതെ എനിക്ക് പറ്റുകയില്ലായിരുന്നു. അതിന് മുമ്പ് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ കിടക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് പിന്നെ അത് 3 മാസത്തെ ഞാൻ പിന്നെ അത് കഴിച്ചിട്ടേ ഇല്ല, ഉപ്പ് കഴിക്കും, അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അത് കഴിഞ്ഞൊരു പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടേ ഇല്ല. അതിനുശേഷം ഒരു 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒരു ഭയങ്കര ക്ഷീണമെല്ലാം വന്നു. ഞാൻ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞ് എനിക്ക് മാതാവ് തന്നു, എൻ്റെ തൈറോയ്ഡ് പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 3-4 മാസം കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ക്ഷീണമെല്ലാം വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സിൽവർ ലൈൻ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്, അവിടെ പോയി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, നോക്കാം എന്നാ പ്രശ്നമെന്നറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി ആശുരവും പിന്നെ തൈലവും ഉപ്പും ഞാൻ കൊണ്ടുപോയി. ഞാൻ അവിടെ കയറിയത് ഒരു തുള്ളി ഉപ്പെടുത്ത് ഞാനിങ്ങനെ അവിടെ ചവിട്ടുകലാടത്ത് ഇട്ടിട്ട്, മാതാവേ ഇത് ഞാൻ എല്ലാവർക്കും സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഒത്തിരി പേരുണ്ട് തൈറോയ്ഡ് ഉള്ളവർ. അപ്പോൾ അവരും ഇങ്ങനെ എന്നെപ്പോലെ ഡ്രോപ്പ് ചെയ്ത് നിർത്തിയേക്കുക. അമ്മേ ഇതൊരു സാക്ഷ്യവാക്കി എന്നെ മാറ്റണേ എന്നും പറഞ്ഞ് ഞാൻ ചെന്നു. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, പ്രീവിയസ് ഒന്നും എനിക്കറിയണ്ട, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പം സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ 1 മിനിറ്റ് ഞാൻ എൻ്റെ മാതാവിനോടൊന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം നാവിൽ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ടെസ്റ്റ് ചെയ്തു. ആ ഒരു 2 മണിക്കൂർ താമസം ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ മാതാവ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവെ സാക്ഷ്യത്തിനാക്കി മാറ്റണേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടറിനെ പിന്നെ കാണുവാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ട് എന്ന് ആരാ പറഞ്ഞത്? ഇത് പിന്നെ തൈറോയിഡിൻ്റെ യാതൊരു ലക്ഷണങ്ങളും നിങ്ങൾക്കില്ല, മെഡിസിൻ ഇനി എടുക്കണ്ട എന്നും പറഞ്ഞ് എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു നിഗമനം അതായിരുന്നു. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരു വണ്ടി എടുക്കാൻ ആഗ്രഹമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ആഴ്ച പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വണ്ടി എടുക്കാൻ 2 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ കുറവാണ്, ഹസ്ബൻഡിന് ഇഷ്ടപ്പെടുന്നില്ല, മോഡൽ ശരിയാകുന്നില്ല, മൈലേജ് ഇല്ല, അങ്ങനെ പറഞ്ഞ് ശരിയാകുന്നില്ല. അപ്പം ഒരെണ്ണം ഇഷ്ടപ്പെട്ട് എൻ്റെ ഫോണിലോട്ട് അയച്ചു തന്നു, ഇതെനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയി, ആൾ മേടിച്ചു, നമ്മുടെ പ്രൈസിന് ചേരുന്ന ഒരിതല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാലും എൻ്റെ ഫോണിൽ അയച്ചു തന്ന ആ വണ്ടിയുടെ ചിത്രമെടുത്ത് ഞാൻ അതിൽ തൈലം വെച്ച് വിസ്തു വരച്ച്
കൊന്ത ചൊല്ലി, അമ്മയെ ഇത് ഞങ്ങൾക്കായി ഒരുക്കി തരണേ, അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന ഒരു വണ്ടി മതി ഞങ്ങൾക്ക് എന്നും പറഞ്ഞ് ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു. അപ്പോൾ ആ വണ്ടി വിറ്റു എന്നാണ് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് 3-ാമത്തെ ഒരു ദിവസം ചേട്ടായി ഭയങ്കര അമ്പരത്തോടെ പറയുക, എടി ആ വണ്ടി കിട്ടി, വേറൊരു കൂട്ടുകാരൻ അത് വിറ്റ് പോയതാ, എങ്ങനെയാണെന്നറിയത്തില്ല, നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു. അത് ആ ഒരു കാര്യത്തോടു കൂടി എൻ്റെ ഹസ്ബൻഡിനും പ്രാർത്ഥനയോടൊരു ഭയങ്കര വിശ്വാസം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും രാവിലെ ജോലിക്ക് പോകുമ്പം, ആഴ്ചയിൽ 1 വരുമ്പോൾ ജോലിക്ക് പോകുമ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും കുരിശ് വരച്ചും വണ്ടിയെ കുരിശ് വരച്ചും ഒക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാതെ ചേട്ടായിക്ക് പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലോട്ടായി. അതുപോലെ തന്നെ അങ്ങനെ മാതാവ് അതൊരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. 3-ാമത്തെ കാര്യം, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അപ്പം ആ സ്ഥലത്തൊരു ചെറിയ പെരയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഒരു 6 മാസമായിട്ട് നോക്കിയിട്ട് ആ ഒരു പ്രൈസ് നമ്മളുമായിട്ട് ചേരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആ ദിവസങ്ങളിൽ പോയി മാതാവിനെയും ഒരു പെട്ടിയിലാക്കി ഞാനിങ്ങനെ മാതാവിനെ സൂക്ഷിച്ചേക്കുക. അപ്പോൾ മാതാവിനെയും കൊണ്ട് തൈലവും വിശുദ്ധ തൈലവും അതുപോലെ വെഞ്ചരിച്ച ഉപ്പുമായിട്ട് ഞാൻ അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും. അവിടെ പോയിന്ന് വൈകുന്നേരങ്ങളിലാണ്, എനിക്ക് ചെറിയ ജോലി ഉള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൊന്ത് ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, കുരിശ് വരയ്ക്കും, അതിൻ്റെ എല്ലായിടത്തും കുരിശ് വരയ്ക്കും. ആ പറമ്പി അത്യാവശ്യം ആ സൈഡിൽ കൂടെ എല്ലാം ഉപ്പ് വിട്ടേച്ച് ഞാൻ വന്നു, മാതാവേ ഇത് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചേച്ച് പോരും. അങ്ങനെ ഒരു ദിവസം നല്ല മഴയായിരുന്നു. അപ്പം അന്ന് പോകാൻ, എൻ്റെ കുഞ്ഞു കൊച്ചായിരുന്നു, അന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ മാതാവേ ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ച് ഞാൻ അന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഈ കൊച്ചിനെയായിട്ട് വീണു. എന്നാലും കൊച്ചന്നേരം പറയാം, അമ്മ വീണല്ലോ, എൻ്റെ കാല് വേദനയാണെന്ന് പറഞ്ഞ് അവൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങനെ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങളുടെ സ്ഥലക്കച്ചവടം ഞങ്ങൾ ഉദ്ദേശിച്ച പ്രൈസിന് ഞങ്ങൾക്ക് വിറ്റ് തന്നു. അതുപോലെ 3-ാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ബോർവെൽ അടിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുമായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒത്തിരി താഴ്ന്നു പോയാൽ നമുക്കതവിടെ വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. 2-3 വെള്ളം കിട്ടാതെ പോയതും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കുറ്റി എടുത്ത് മാറ്റിയ സമയത്ത് ഞാൻ അമ്മയുടെ ഉപ്പും ഞങ്ങളുടെ വീട്ടിൽ സമേതം എല്ലാവരും, അമ്മയും അച്ഛനും എല്ലാവരും കൂടി പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ആ ഉപ്പും ഉടമ്പടി തൈലവും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ വീട്ടിൽ വന്ന് വെച്ച് ഞങ്ങൾ പെണ്ണുങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ബോർവെല്ലടിച്ച് തീരുന്നോടം വരെ ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. അത് ഒത്തിരി താമസിക്കുക, എല്ലാവരും പറയുകയും ചെയ്തു, ഒത്തിരി താമസം വരാതെ 270 അടിക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടുകയും ചെയ്തു. അതുപോലെ എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് കണ്ടമാനം സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. ഈശോയെ കീറിമുറിക്കുന്ന വാഴ്ത്തുന്ന സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൈ വൈബ്രേറ്റ് ചെയ്യും. അല്ലാതെ ആരാധന സമയങ്ങളിലെല്ലാം അങ്ങനെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയങ്ങളിൽ എനിക്ക് പത്രം ഞാൻ പള്ളികളിൽ മാത്രം കൊണ്ട് കൊടുത്ത് അങ്ങനെ ഒരു ചെറിയ നാണക്കേടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഞാൻ വീട് കയറി കൊടുക്കാൻ തുടങ്ങി. ദൂരം നടന്ന് വഴി സൈഡിൽ ഓരോ റൂട്ട് പിടിച്ച് ഓരോ പ്രാവശ്യം ചെയ്യുകയും പിന്നെ ഇങ്ങോട്ട് വരുന്ന ഓരോരുത്തരുണ്ട്, അവരുടെ നിന്ന് ഞാൻ ഓരോ കെട്ട് പാത്രം ഈ ഒരു സമയങ്ങളിൽ മേടിച്ച് ഞാൻ അങ്ങനെ ചെയ്യും. ഇപ്പം ഞാനിത് 6-ാമത്തെ ഘട്ടത്തിലാണ്. അപ്പോൾ 1.5 വർഷമായി. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളില്ല, എനിക്ക് വേണ്ടി ചെയ്തു തരണം. അല്ലേ എന്താ പറയുക, എനിക്ക് നിയോഗങ്ങൾ എഴുതാൻ കുറവായി മാറി. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മരണസമയത്ത് എന്നും എന്താ പറയുക, ഈശോയുടെ കൂടെ ആയിരിക്കും, ഈശോ കൂടെ ഉണ്ടാകാൻ അങ്ങനെ ഒരു ഇത് എപ്പോഴും കുമ്പസാരിക്കണം, നമ്മൾ തെറ്റ് ചെയ്യരുത്, അങ്ങനെയുള്ളൊരു ശുദ്ധി നമുക്ക് കിട്ടാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ പ്രായമുള്ള അമ്മമാർ ഒത്തിരിയും പേര് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ലോകസുഖത്തിലും പിന്നെ ജോലി കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെയും അല്ലാതെ പ്രാർത്ഥനാ ജീവിതം മുടക്കി വെക്കുന്ന ഒരു ഒത്തിരി അനുഭവം എൻ്റെ കൂട്ടുകാരിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ്. അപ്പോൾ അവരോട് ഞാൻ പറയുക, നമ്മൾ കുഞ്ഞുങ്ങൾ ഇനിയുള്ള തലമുറ വലിയൊരു കാലഘട്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയം വരുന്നത്. ആ സമയത്തിരുന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയായി, പ്രാർത്ഥനയില്ല, ആ ഒരവസ്ഥ വരാതെ ഇപ്പോഴേ നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും കൊന്ത ചെല്ലുവാനും നമ്മൾ അതികഠിനമായി പിള്ളേരെ ചൊട്ടയിലെ ശീലം ചുടല വരെയും എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യം നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് സ്നേഹിപ്പിക്കാൻ പഠിപ്പിച്ചാൽ അവർ ആ ഒരു രീതിയിലേക്ക് വരുമെന്ന് ഞാൻ
എല്ലാ അമ്മമാരോടും അപേക്ഷിക്കുക. കുടുംബത്തിലെ അപ്പനെയാണ്, എൻ്റെ വീട്ടിലാണേലും എൻ്റെ ഹസ്ബൻഡിന് ആദ്യം വിശ്വാസമില്ല. പക്ഷേ ഇപ്പം പ്രാർത്ഥിക്കണമെന്നൊരു നിർബന്ധം പറയുന്നുണ്ട്. കുർബാനയിൽ സഹകരിക്കാനെല്ലാം ഹസ്ബൻഡ് കൂടുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ അമ്മമാരും തുനിയണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവവിളിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. അങ്ങനെ മരണസമയത്ത് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മുടെ അബ്രാഹത്തിനോട് ലാസറിൻ്റെയും ധനവാൻ്റെയും കാര്യം പറയുന്ന പോലെ നമ്മൾ അന്നേരം ഇരുന്ന് സ്വർഗരാജ്യത്ത് എന്നിട്ട് നിങ്ങളുടെ ഒരു പിൻഗാമിയെ വിടാവോ എന്ന് ചോദിച്ചാൽ ദൈവം അത് ചിലപ്പോൾ അനുവദിച്ചെന്ന് വരികയില്ല. അതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ പോലെയുള്ള നല്ല വൈദികരെ നല്ല ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിച്ച്, നമ്മൾ ബൈബിൾ വിശ്വസിച്ച് നമുക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കാനായിട്ട് എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്തപോലെ തീഷ്ണമായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരുപാട് ഈശോയ്ക്കും നന്ദി പറയുന്നു.